friends, welcome to Biyas kitchen. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു കേക്കിന്റെ റെസിപ്പിയാണ്. ഓറഞ്ച് ഉപയോഗിച്ചുള്ള ഒരു കേക്കാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത്. മുട്ട ചേർക്കാതെയും അതുപോലെ തന്നെ ഓവൻ ഉപയോഗിക്കാതെയുമാണ് ഈസി ആയിട്ടുള്ള കേക്ക് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഈ കേക്ക് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് മുസമ്പിയാണ് എടുത്തിരിക്കുന്നത്. സാധാ ഓറഞ്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുസമ്പി എടുത്തത്. ഇനി നമുക്ക് ഓറഞ്ച് ജസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ഇതിലേക്കായിട്ട് 1.5 ടീസ്പൂൺ ഓറഞ്ച് ജസ്റ്റ് എടുക്കാം. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. 2 ഓറഞ്ചിൻ്റെ ജസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മെഷർമെന്റ് 1/3 കപ്പിൽ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചർ മിൽക്ക് വേണം ഇതിലേക്ക് ഒഴിക്കാൻ, തണുത്ത മിൽക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലും ഓയിലും നല്ലപോലെ മിക്സ് ആവുന്ന രീതിയിൽ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽ കുറച്ചുകൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്തെടുത്താൽ ബാറ്ററിൽ ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ബബിൾസോടുകൂടി കേക്ക് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ കേക്ക് റെഡിയായി കഴിയുമ്പോൾ ഒരുപാട് ഹോൾസ് ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ടാണ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഓറഞ്ച് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വൈറ്റ് വിനെഗർ ചേർക്കാം. ഓറഞ്ച് ജസ്റ്റ് ചേർത്ത് കൊടുത്താൽ നല്ലപോലെ ഓറഞ്ചിൻ്റെ ഫ്ലേവർ നമ്മുടെ കേക്കിനുണ്ടാകും. വിനെഗർ ചേർക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാനായിട്ടാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് കേക്ക് മോൾഡ് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് അല്പം ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അല്പം മൈദ ഇട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തോട്ടും ഇതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിനടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബട്ടർ ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് മൈദ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഓവൻ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, പാനിൽ വെച്ച് തന്നെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്ന പാൻ ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തതാണ് മീഡിയം ഫ്ലെയിമിൽ. ഇതിലേക്ക് നമുക്കൊരു റിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മൂടി വെച്ച് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്കൊരു 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടൊരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. റെഡിയായെന്ന് നോക്കാം. നമ്മുടെ കേക്ക് കറക്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സ്ട്രക്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കായി ഒന്ന് നോക്കാം. കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓറഞ്ച് ഗ്ലേസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ പൊങ്ങി അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൽ നിന്ന് മാറ്റാം.
സ്പോഞ്ചിയായ കേക്കാണ്. കണ്ട് ബേക്കിംഗ് ട്രേയിലൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓറഞ്ച് ഗ്ലേസ് റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് മീഡിയം സൈസിലുള്ള നല്ല മധുരമുള്ള ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഓറഞ്ച് ഗ്ലേസ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്കായിട്ട് ഓറഞ്ച് എടുക്കുമ്പോൾ നല്ല മധുരമുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് ഒരു സ്ക്യൂസർ ഉപയോഗിച്ചാണ്. ഇനി നമുക്ക് നല്ലപോലെ അരിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരുന്ന ഓറഞ്ച് നല്ല നീരുള്ള ഓറഞ്ചായിരുന്നു. അതായത് ഒരു 1/4 കപ്പ് ഓറഞ്ച് നീര് നമുക്ക് കിട്ടി. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അരിച്ചെടുത്ത ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കഴിയുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് നമുക്ക് ഷുഗർ ചേർക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കോൺ പൗഡർ ചേർത്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ചെയ്യുന്നതിന് മുൻപായിട്ട് വേണം കേട്ടോ ഇതിലേക്ക് കോൺ പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് തിക്കായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. വളരെ തിക്കായിട്ട് വരുന്നുണ്ട്. കോൺ പൗഡർ ചേർത്ത് കൊടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. കോൺ പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ തിക്കായിട്ടുള്ള ഓറഞ്ച് ഗ്ലേസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അത് തിക്കായി വരുന്നുണ്ട്. കുക്ക് ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമ്മൾ റെഡിയാക്കുന്ന ഗ്ലേസിന് നല്ല കളർ കിട്ടാൻ വേണ്ടി, ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുക്കായിട്ട് ഇനി ചൂടാറി വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കളറിൽ നമുക്ക് കിട്ടും. ഏകദേശം തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടെ തിക്കാവും കേട്ടോ. അപ്പം നമ്മുടെ ഓറഞ്ച് ഗ്ലേസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ ഓറഞ്ച് ഗ്ലേസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ക്രീം റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കേക്ക് 2 ലെയറായി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ആ ലെയറിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അല്പം ഓറഞ്ച് കളർ ചേർത്ത് ഷുഗറും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അല്പം ഓറഞ്ച് കളർ ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഈ ഫുഡ് കളറാണ്. 2 ടീസ്പൂൺ ഷുഗറും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ ക്രീമാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് റെഡിയാക്കി എടുക്കാം. ബട്ടർ ഫ്ലേവറിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതാണ് ഞാൻ ബട്ടർ എടുത്തത്. ഇനി നമുക്ക് കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഇതിലേക്കായിട്ട് ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ ഷുഗറിന് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാണ് ഇത് റെഡിയാക്കി എടുത്തത്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഷുഗർ സിറപ്പ് ചേർക്കുമ്പോൾ ഒന്നുകൂടെ സ്മൂത്തായിട്ട് കിട്ടും നമ്മുടെ കേക്ക്. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകളിൽ കൂടെ ഇതുപോലെ ഐസിങ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ബട്ടർ എടുത്ത് വേണം ചെയ്യാനായിട്ട്. ഈ ബട്ടർ ഞാൻ റൂം ടെമ്പറേച്ചറിലൊന്ന് മെൽറ്റാക്കി എടുത്തതാണ്, പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്കിൽ ബട്ടർ ക്രീമെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓറഞ്ച് ഗ്ലേസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഓറഞ്ച് ഗ്ലേസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ തണുത്താറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവും. മുഴുവനും കവറാവുന്ന രീതിയിൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം.